എന്റെ പ്രിയമുള്ള യുവതികളോട് പറയട്ടെ, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ അനാവശ്യങ്ങളുടെ കൂട്ടുകാരായി അലഞ്ഞാൽ, ഔറത്ത് മറയ്ക്കാതിരുന്നാൽ, ഇസ്ലാം പഠിപ്പിച്ച ചിട്ടകളിൽ നിന്ന് മാറിയോടിയാൽ, ആണുങ്ങളെത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ എത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മതമാണോ, ആദർശമാണോ? അവിടുത്തേക്ക് നൊന്തുപോലെ പെങ്ങളെ. നിയോ ലിബറലിസത്തിന്റെ ആളുകൾ ഒരു ഭാഗത്ത് പറയുന്നു ആണും പെണ്ണും ഒന്നാണ്. ലോകവും പ്രകൃതിയും ഒരു നിയമവും അംഗീകരിക്കാത്ത ന്യായം. ആണും പെണ്ണും ഒരുപോലെയാണ്. പുരുഷന് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും സ്ത്രീക്ക് ലഭിക്കണം. ഇത് പ്രകൃതി വിരുദ്ധമായ വാദമാണ്. രണ്ടുപേർക്കും അവകാശങ്ങൾ ലഭിക്കണം, രണ്ടുപേർക്കും നീതി ലഭിക്കണം, രണ്ടുപേർക്കും ന്യായം ലഭിക്കണം. ഇതെല്ലാം ശരിയായ വാദമാണ്. എന്നാൽ രണ്ടുപേർക്കും ഒരുപോലെയാണ് അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി വിരുദ്ധമായ വാദമാണ്. അതുകൊണ്ട് ഇസ്ലാമിന് അതിനോട് യോജിക്കാനാവില്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ അവകാശങ്ങൾ, പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ അവകാശങ്ങൾ. അതുകൊണ്ടല്ലേ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ രണ്ടായി വേർതിരിച്ചു തന്നെ പറയുന്നത്? അല്ലെങ്കിൽ വേർതിരിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? അടിസ്ഥാനപരമായി നോക്കിയാൽ ഏതെല്ലാം അളവുകോലുകൾ വെച്ചാലും സ്ത്രീയും പുരുഷനും രണ്ട് പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ്. ഇപ്പോൾ ഈ കാണുന്ന മറ കേവലമായി ഒരു മതപ്രഭാഷണത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയുള്ള മറയല്ല. സ്ത്രീകളുടേതായ ചില സ്വകാര്യതകളെയും അവരുടെ അവകാശങ്ങളെയും വകവെച്ചു കൊടുക്കാനുള്ള അഭിമാനത്തിന്റെ മറയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, യാ നിസാഅൻ നബി, ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള സ്വകാര്യമായ ചില ചിട്ടകളെ പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ സാധാരണ വിശ്വാസിനികളെക്കാൾ കൂടുതൽ സൂക്ഷ്മതയുള്ളവരാകണം, കൂടുതൽ മറപാലിക്കുന്നവരാകണം, കൂടുതൽ ഹിജാബ് ശ്രദ്ധിക്കുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബത്തെ അങ്ങനെ തന്നെയാണ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് അല്ലയോ വിശ്വാസിനികളെ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, വിവരമില്ലാത്ത ജാഹിലിയ കാലഘട്ടത്തിൽ ആണും പെണ്ണും നഗ്നരായോ അർദ്ധനഗ്നരായോ കഅബ തവാഫ് ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഉടുതുണി പോലുമില്ലാതെ കഅബാലയത്തെ പ്രദക്ഷിണം വെച്ചിരുന്ന ഒരു ജനതയാണ് സംസ്കാരത്തിന്റെ ഉന്നതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മാറ്റത്തിന്റെ വിപ്ലവം നടത്തിയത്. അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത്, ആ നിയമത്തിൽ നിങ്ങൾ നിൽക്കണേ. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംനസ്സലാ. ഇസ്ലാം പറയുന്നത് അന്യ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വ്യായാമം ചെയ്യരുതെന്ന് മാത്രമല്ല, ഏറ്റവും പുണ്യകരമായ ഇബാദത്താകുന്ന നിസ്കാരത്തിനും നിങ്ങൾ ഒരുമിച്ചുകൂടരുത്. അനുവദിക്കുകയാണെങ്കിൽ സ്ത്രീ പുരുഷന്മാർ, അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചു ചേർന്ന് നിർവഹിക്കാൻ മതം അനുവദിക്കുമായിരുന്നെങ്കിൽ അനുവദിക്കേണ്ടിയിരുന്നത് നിസ്കാരമല്ലേ? അതുപോലും അനുവദിച്ചിട്ടില്ല. പിന്നെയാണോ
അത്ര അനിവാര്യമല്ലാത്ത ഐച്ഛികമായ ഓരോരുത്തർക്കും ആവശ്യമെങ്കിൽ ആവശ്യാനുസൃതം മാത്രം വേണ്ട വ്യായാമത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. അപ്പോൾ ഇസ്ലാം സ്ത്രീയോട് രംഗപ്രവേശനം ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ആദ്യം പറയേണ്ടത് അവർ പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്നായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖൈറു മസാജിദിൻ നിസാഇ ഖഅറു ബുയൂതിഹിന്ന, സ്ത്രീകളുടെ ഏറ്റവും നല്ല പള്ളി വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ടത് അവരുടെ വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ്. നിസ്കാരം വീട്ടിന്റെ ഉള്ളിൽ മതി, വ്യായാമം അങ്ങാടിയിലാക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഇസ്ലാമുണ്ടോ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇസ്ലാം ആത്മീയമായ ഇസ്ലാമല്ല, അത് കേവലമായ രാഷ്ട്രീയമായ ഇസ്ലാമാണ്. അതുകൊണ്ടല്ലേ നിസ്കാരം അവർക്ക് ഒരുപക്ഷെ വ്യായാമമാകാം. എന്നാൽ നിസ്കാരം വ്യായാമമല്ല, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പുണ്യകരമായ ഇബാദത്താണ്. റമദാൻ മാസത്തിലെ നോമ്പ് കേവലം ഉപവാസമല്ല, അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രത്യേക അനുഷ്ഠാനമാണ്. ഹജ്ജ് ഒരു കലാപരിപാടിയോ സമ്മേളനമോ അല്ല, പ്രത്യേക സമയത്ത് നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ നിർവഹിക്കേണ്ട അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പുണ്യകർമ്മമാണ്. വെള്ളിയാഴ്ചത്തെ ഖുതുബ വെള്ളിയാഴ്ചത്തെ ഖുതുബ കേവലമായ പ്രസംഗമല്ല, അത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള പ്രത്യേകമായ ദിക്റാണ്. നിസ്കാരം വ്യായാമമല്ല, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള പുണ്യകരമായ ഇബാദത്താണ്.